പ്രിയപ്പെട്ടവർക്ക് നമസ്തേ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സന്യാസി സഭയായ ജൂന അഖാഡ, ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന സന്യാസിമാർക്കുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സന്യാസി സംഘടനയാണ് ജൂന അഖാഡ. ദക്ഷിണേന്ത്യയിൽ അതിന്റെ പ്രവർത്തനം ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയിൽ 13 അഖാഡകളാണ് കുംഭമേള സംഘടിപ്പിക്കുന്നത്. അതിൽ 7 അഖാഡകൾ നാഗ സമ്പ്രദായത്തിൽപ്പെട്ട അഖാഡകളും, അതായത് ഭൈരവ അഖാഡ എന്ന് പറയും ശൈവ സമ്പ്രദായത്തിൽ, 3 അഖാഡകൾ വൈഷ്ണവ, 3 അഖാഡകൾ സിഖ് സമ്പ്രദായത്തിലും, അങ്ങനെ 13 അഖാഡകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും വലിയ അഖാഡയാണ് ജുന അഖാഡ. കുംഭമേളയിലെ ആദ്യത്തെ സ്നാനം പോലും ജുന അഖാഡയിലെ സന്യാസിമാർക്കുള്ളത്. ആ ജുന അഖാഡയിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വരായി അവരോധിക്കപ്പെട്ടിരിക്കുന്നത് ഒരു മലയാളിയും അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ഒരു ജേർണലിസ്റ്റും കൂടിയായിട്ടുള്ള സ്വാമി ആനന്ദവനം ഭാരതി എന്ന തൃശ്ശൂർക്കാരനായ ഒരാളാണ് മഹാമണ്ഡലേശ്വരായി. വെറും മണ്ഡലേശ്വരല്ല, ഇപ്പം ആചാര്യരുണ്ട്, അതിനു മുകളിൽ മഹന്തുണ്ട്, അതിനു മുകളിൽ മണ്ഡലേശ്വരുണ്ട്, അതിനു മുകളിലാണ് മഹാമണ്ഡലേശ്വർ. മഹാമണ്ഡലേശ്വർ എന്ന് പറഞ്ഞാൽ സന്യാസിമാർക്ക് ഉപദേശങ്ങൾ നൽകുന്ന ആളാണ്. അങ്ങനെ ഒരാള്, നമ്മുടെ മലയാളിയായ ഒരാള് നമുക്ക് ഈ ജുന അഖാഡയുടെ ദക്ഷിണേന്ത്യൻ, പ്രത്യേകിച്ച് കേരളത്തിലെ പ്രചരണത്തിന് വേണ്ടി, പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലഭിച്ചത് വലിയ സന്തോഷമുളവാക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ കേരളത്തിലെ പ്രവർത്തനം ഇന്നലെ തൃശ്ശൂരിലെത്തി. ഇന്ന് തൃശ്ശൂരില് മഹാസമ്മേളനത്തോടു കൂടിയ സ്വീകരണ പരിപാടി ഇന്ന് നടക്കും. നാളെ തിരുവനന്തപുരത്ത് എത്തുകയും 21-ാം തീയതി വൈകിട്ട് 5 മണിക്ക് കോട്ടയ്ക്കകത്തുള്ള ലെവി ഹാളിൽ ഈ തിരുവനന്തപുരത്തെ പ്രമുഖ സന്യാസി മഠങ്ങളിലെ മഠാധിപതികൾ അവരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ഗവർണറുടെ അതിഥികളായിട്ടാണ് അവർ എത്തുന്നത്. തന്നെ രാജ്ഭവനിലാണ് താമസിക്കുന്നത്. 22-ാം തീയതി രാവിലെ പോകുന്നത് വരെയും അവിടെയാണ് താമസിക്കുന്നത്. ഗവർണറുടെയും സാന്നിധ്യത്തിൽ ലെവി ഹാളിൽ വെച്ച് സ്വീകരണം നൽകുകയാണ്. ഇത് നമ്മുടെ കേരളത്തിന്, പ്രത്യേകിച്ച് ഞാൻ അടിവരയിട്ട് പറയുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ്. നമ്മുടെ ഇടയിൽ നിന്ന് ഉയരാവുന്നതിന്റെ, സന്യാസ സമൂഹത്തിൽ ഉയരാവുന്നതിന്റെ പരമോന്നത സ്ഥാനത്തെത്തിയ ആ ആചാര്യനെ എല്ലാവരും വേണ്ട ആദരവും അംഗീകാരവും കൊടുത്ത് സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുക. മഹാമണ്ഡലേശ്വർ സാധു ആനന്ദവനം ഭാരതിയോടൊപ്പം തന്നെ ഈ ജുന അഖാഡയ്ക്ക് നമ്മുടെ പാർലമെന്റ് സംവിധാനം പോലെ തന്നെ ഒരു സഭയുണ്ട്. ആ സഭയിൽ ഏകദേശം 35ഓളം മണ്ഡലേശ്വർമാരും മഹാമണ്ഡലേശ്വർമാരും ഉണ്ട്, ആചാര്യന്മാരും മഹന്തുക്കളുണ്ട്, അതുപോലെ സ്ഥാനപതിമാരുണ്ട്, മന്ത്രിമാരുണ്ട്. ഇതെല്ലാം അടങ്ങുന്നതാണ് സഭ എന്ന് പറയുന്നത്. ആ സഭയുടെ സഭാപതി പ്രസിഡന്റ് ശ്രീ പഞ്ചദശന ജുന അഖാഡയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഹേമന്ത് മോഹൻ ഭാരതി മഹാരാജും, അതുപോലെ മഹന്ത് പരമേശ്വര ഭാരതി, അതുപോലെ പുതുതായി ഇപ്പം കേരളത്തിലൊന്ന് സന്യാസിനിയായി മാറിയ മഹന്ത് അവന്തിയ ഭാരതി, മഹന്ത് ഓം ഭാരതി എന്നിവരും, അതുപോലെ തന്നെ പ്രേംഗിരി, മഹാമണ്ഡലേശ്വർ പ്രേംഗിരി മഹാഭാരതി, ഇവരും കൂടി ഈ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്. ഇനി മറ്റൊന്ന് ഉള്ളത്, ഇതിന്റെ കേരളത്തിലെ സംഘടിപ്പിക്കാൻ പ്രത്യേകിച്ച് ഒരു സംഘടനയില്ല. ജുന അഖാഡയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കാളികാ പീഠം എന്ന പേരിൽ ഒരു ഓർഗനൈസേഷൻ ജുന അഖാഡയുടെ തന്നെയായിട്ട് ഉള്ളതാണ്. ഇതില് ഒരു രാഷ്ട്രീയമോ മറ്റ് മതമോ ഏതെങ്കിലും മറ്റ് സംഘടനകളോ അല്ല ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്.
പലപ്പോഴും പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാവാം, ഇത് നിലവിലുള്ള ഏതെങ്കിലും ഹിന്ദു സംഘടനകളാണോ സംഘടിപ്പിക്കുന്നത്. ഒരിക്കലും അല്ല. ഒരു ഹിന്ദു സംഘടനയ്ക്കും ഇതിന്റെ സംഘാടകത്വം ഇല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സപ്പോർട്ടോട് കൂടിയല്ല ഇത്. ഇത് പൂർണ്ണമായും സന്യാസിമാർ സംഘടിപ്പിക്കുന്നതാണ്. അതിനുവേണ്ടിയുള്ള സത്സംഗമാണ് കാളിക പീഠമായിട്ടുള്ളത്. കാളിക പീഠമാണ് ഇത് സംഘടിപ്പിക്കുന്നത്. എന്നിട്ടും വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവം ഇന്നലെ ഉണ്ടായത് നിങ്ങളും അറിഞ്ഞില്ല. ഇന്നേ ദിവസം 19-ാം തീയതി തൃശ്ശൂരിൽ സംഘടിപ്പിച്ച സമ്മേളനവും സ്വീകരണവും വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനത്താണ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അതിന് അനുമതി തേടി. അത് 18-ാം തീയതി ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ദേവസ്വം ബോർഡ് തന്നെ പറഞ്ഞ് 18-ാം തീയതി കലശം നടക്കുന്നത് കൊണ്ട് അത് പ്രയാസമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് 19-ാം തീയതിയിലേക്ക് ദിവസം മാറ്റിവെച്ച് അപേക്ഷ കൊടുത്തത്. ഇന്നലെ സ്റ്റേജിന്റെ പണിക്കായി ആൾക്കാർ ചെന്നപ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധി പറഞ്ഞു പറ്റില്ല, അനുമതി വാങ്ങിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമുക്ക് അവസാന നിമിഷത്തിൽ യാതൊരു കാരണവുമില്ലാതെയാണ് അനുമതി വാങ്ങിയ പരിപാടിയാണ് മാറ്റിവെച്ചത്. ഒരു രാഷ്ട്രീയത്തിന്റെയും രാഷ്ട്രീയ പാർട്ടിയുടെയും ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും BJP-ക്കാരും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇതിലുണ്ട്. രാഷ്ട്രീയത്തിന്റെ ഒരു പശ്ചാത്തലവുമില്ല. അത്തരത്തിലുള്ള നടപടികൾ നടക്കുമ്പോൾ നമുക്ക് വളരെ വിഷമമുണ്ട്. കാരണം എല്ലാവർക്കും അവരവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അവകാശമുള്ള ഈ നാട്ടിലാണ്. അത് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. എന്തായാലും തിരുവനന്തപുരത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് കരുതുന്നു. എന്തായാലും മീഡിയയുടെ പൂർണ്ണമായ ഒരു സപ്പോർട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ദയവായി എല്ലാവരും അതിനുവേണ്ടി ഒന്ന് സഹകരിക്കണം എന്ന് വിനീതമായിട്ട് തന്നെ ഭക്തന്മാർ ഞാനിപ്പോഴും പറയും, നാട് മാറുന്നു, ആചാരങ്ങൾ മാറുന്നു, അനുഷ്ഠാനങ്ങൾ മാറുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും അമ്പലങ്ങളിൽ പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് പുതിയ തലമുറ. അവർ പരീക്ഷ പോലും അവർ അമ്പലത്തിൽ പോയിട്ടാണ് അവർ എഴുതാൻ പോകുന്നത്. അതൊക്കെ അപ്പോൾ അത്രയും അടിയുറച്ച ഭക്തി ഉള്ളിലുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മുടെ നാട് പലതരത്തിലും മാറുന്നു. അതിനൊക്കെ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആധ്യാത്മികമായ ഒരു കണ്ണു തുറക്കൽ വേണം. അതിന് ഇത് അങ്ങേയറ്റം നമ്മുടെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് കൈവന്നിരിക്കുന്നത്. നമ്മൾ പ്രയാഗരാജിൽ പോകാൻ പറ്റാത്തവരും ഒക്കെ പലരും ഉണ്ട്. അപ്പൊ അവരൊക്കെ ഈ മഹാമണ്ഡലേശ്വർ അഷാഢാദിത്തിൽ ജീവിക്കുമ്പോൾ നമുക്കതൊക്കെ ഒരു പുതുമയുള്ള കാര്യമാണ്. പക്ഷേ അതൊന്നും നമുക്ക് വളരെ അടുത്ത് നമ്മുടെ കയ്യിലാക്കുന്ന ദൂരത്തിൽ എത്തിയിരിക്കുകയാണ്. അവരിപ്പോൾ തൃശ്ശൂരുണ്ട്, അവർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 21-ാം തീയതി വൈകുന്നേരം ഡൽഹി ഹാളിൽ 5 മണിക്ക് നമ്മളെല്ലാവരും അവരെ ആദരിക്കാനും അവരെ വരവേൽക്കാനുമാണ് ഒത്തുകൂടണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. ദയവായി എല്ലാവരും അതിന് മാക്സിമം നമ്മൾ ആഗ്രഹിക്കാൻ സപ്പോർട്ട് ചെയ്യാം. ദശനാമി സമുദായത്തിലുള്ള ന്യൂനാധാരം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മഹാമണ്ഡലേശ്വരായി തിരഞ്ഞെടുക്കപ്പെട്ട സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ്, അദ്ദേഹമാണ് നവമാധ്യമങ്ങളിലൂടെയും മറ്റും ഈ കുംഭമേളയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരുപാട് ഇന്റർവ്യൂകളും വീഡിയോകളും ഒക്കെ ചെയ്ത് കേരളത്തിൽ നിന്നും 3.5 ലക്ഷത്തോളം ആൾക്കാരാണ് തവണ കുംഭമേളയിൽ പങ്കെടുത്ത് അവരുടെ ആ ഒരു ആത്മീയമായ ഒരു സാറ്റിസ്ഫാക്ഷൻ നേടിയെടുക്കുന്നതാണ്. അപ്പൊ ആ ഒരു പ്രവർത്തനത്തിലെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാധീനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനം മഹനീയമാണ്. ആ മഹാനായ വ്യക്തിയാണ് ഇന്ന് ആദിശങ്കരന്റെ നാട്ടിൽ എത്തിയിട്ടുള്ളത്. 21-ാം തീയതിയിലെ പരിപാടിയിൽ നിങ്ങളുടെ ഈ ഫോർത്ത് എസ്റ്റേറ്റിലെ
തരത്തിലുള്ള സഹായവും സഹകരണവും നിങ്ങൾ സംഘാടക സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇടയിലുള്ള ആളാണ് അദ്ദേഹം. ഗോൾഡ് മെഡലോട് കൂടിയാണ് അദ്ദേഹം കേരളത്തിൽ പാസ്സായി. നിങ്ങളുടെ ഒരാളായി തന്നെ കണ്ടു പരിപാടി പുറത്ത് സ്റ്റേറ്റ് ആയിട്ടുള്ള സഹായം സഹകരണവും ഒന്നുകൂടി